ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് അങ്ങനെയല്ല കേട്ടോ. ഇന്നൊരു ചെറിയൊരു ഫംഗ്ഷന് പോവാണ് കേട്ടോ. ഇന്നൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. എവിടെയാന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലാണ് കേട്ടോ. നാട്ടിൽ പറഞ്ഞാൽ ഷൊർണൂരാണ്. ഷൊർണൂരിൽ നിന്ന് കുറച്ച് പോകണം കേട്ടോ, ചെറുതുരുത്തി പറയും. അവിടെയാണ് കേട്ടോ ഒരു കല്യാണം ആരെയെന്ന് വെച്ചാൽ അമ്മയുടെ ചേച്ചി, അതായത് വല്യമ്മയുടെ മോൻ്റെ മോള് കേട്ടോ. അപ്പോൾ ചെക്കനും നമ്മുടെ റിലേഷനാണ്, പെണ്ണും റിലേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെയാണ് പോകുന്നത്. അപ്പോൾ മോള് വരുന്നില്ല, ഏട്ടനും വരുന്നില്ല കേട്ടോ. മോൾക്ക് ട്യൂഷൻ ഉണ്ട് കേട്ടോ. ഇന്ന് ഫുൾ ഡേ ട്യൂഷൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ SSLC അല്ലേ, അപ്പോൾ അത് ലീവ് എടുക്കണ്ട പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഏട്ടനും വന്നില്ല കേട്ടോ. മോൾ ഒറ്റയ്ക്ക് ഇരിക്കില്ലല്ലോ, അപ്പോൾ ഏട്ടനും വന്നില്ല. അപ്പം ഞാനും സിസ്സിൻ്റെ കൂടെയാണ് പോണത് കേട്ടോ. സിസ്സും ഹസ്ബൻഡും പിന്നെ അമ്മയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഷോപ്പ് തുറക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ അപ്പം ഇന്നത്തെ ഷോപ്പിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഏട്ടനാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് ഷോപ്പിലത്തെ ഈ പ്രൈസും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാം എന്നോട് ചോദിച്ച് മനസ്സിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷോപ്പിലത്തെ ഇങ്ങനത്തെ ഭരണികളുടെ ഒക്കെ റേറ്റ് എല്ലാം പല റേറ്റ് അല്ലേ, അപ്പോൾ എല്ലാം ഓർമ്മ നിൽക്കില്ലല്ലോ. അപ്പോൾ ഏട്ടൻ ചോദിച്ച് മനസ്സിലാക്കി എല്ലാം എഴുതി വെക്കുകയാണ് കേട്ടോ. ഓരോ ഭരണിയുടെയും താഴെ അതിൻ്റെ റേറ്റ് അങ്ങനെ ചോക്ക് കൊണ്ട് എഴുതി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിതങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വർഷമായില്ല, ഞായറാഴ്ച എപ്പോഴും ഏട്ടൻ ഉണ്ടാവും, എന്നിട്ടും കൂടി എല്ലാത്തിൻ്റെയും പ്രൈസ് അങ്ങോട്ട് ഏട്ടനെ അറിയണില്ല കേട്ടോ. അപ്പം അവിടെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏട്ടനതാ എല്ലാം അവിടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സമയം വന്നിട്ട് 8 മണി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു 8:30 ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീച്ചു, ചോറും പിന്നെ സാമ്പാറും ഉച്ചയ്ക്കുള്ളതൊക്കെ വെച്ചു. പിന്നെ മോൾക്കാണെങ്കിൽ ബിരിയാണി മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്ക് ബിരിയാണി ഉച്ചയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഏട്ടനൊന്നും അതൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ് വെച്ചു, സാമ്പാറും വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ഞാനിതാ കുറുമ്പിപ്പാറിൻ്റെ ഇവിടെ എത്തിയിട്ടോ. ഇത് അനിയത്തി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അനിയത്തിയുടെ വീട്. അപ്പോൾ അവരൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പൂസ് റെഡിയായി, കുറുമ്പിപ്പാറു റെഡി ആയിട്ടുണ്ട്, അമ്മയുണ്ട്, പിന്നെ സിസ്സും ഹസ്ബൻഡും എല്ലാവരും റെഡി ആയിട്ട്. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ അവിടേക്ക്. ഞങ്ങൾ തലേ ദിവസം പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല കേട്ടോ. അനിയത്തിക്കൊന്നും ലീവ് കിട്ടിയില്ല. പിന്നെ ഏട്ടനും രാത്രി 9 മണിയാവുമല്ലോ ശനിയാഴ്ച വരാനായിട്ട്. അപ്പം നമുക്ക് അവിടെ ഷോപ്പൊക്കെ അടച്ച് പോകാനും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ റെഡിയായി. കുറുമ്പിപ്പാറ് നോക്കുന്നുണ്ടില്ലേ, ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോസും ഗ്ലാസ്സൊക്കെ വെച്ച് അടിപൊളിയായിട്ട് റെഡിയായി കഴിഞ്ഞു. അപ്പം ഞങ്ങളിതാ പുറപ്പെടുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ബാക്കിൽ 3 പേരും കൂടി ഇരുന്നു. പിന്നെ അപ്പോസ് ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പം ഇന്ന് അവിടെ ആണെങ്കിൽ വല്യമ്മമാരും അമ്മയ്ക്ക് 2 ചേച്ചിമാരാണ് കേട്ടോ. 2 ചേച്ചിമാരും ഒരു ഏട്ടനുമാണ്. അപ്പോൾ അവരെല്ലാവരും മക്കളും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ താലികെട്ട്. അപ്പോൾ താലികെട്ട് കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, തുടങ്ങാൻ കറക്റ്റ് സമയമായിരുന്നു കേട്ടോ നമ്മളവിടെ എത്തിയത്. അപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറുമ്പിപ്പാറുവിനെ എടുത്തിട്ട് അനിയത്തി അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ കല്യാണം ആരംഭിക്കുകയായിട്ടോ. താലികെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് വന്നിട്ട് അവിടെ അമ്പലത്തിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് കേട്ടോ മണ്ഡപം. അവിടെ വെച്ച് ഇവിടെയാണ് കേട്ടോ സദ്യയും കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു. പിന്നെ നമ്മളവിടെ പോയി. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രാവിലെ അവിടെ നിന്ന് നമ്മളധികം കഴിച്ചൊന്നുമില്ല കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും ഫുഡ് കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ സദ്യയൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റിലാക്സ് ആയിട്ട് എല്ലാവരും സംസാരിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ തിരക്ക് വന്ന പിള്ളേരുമായിട്ട് കഴിക്കാൻ അവിടെ പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്നും പറഞ്ഞ് ഞങ്ങൾ ആദ്യം തന്നെ കഴിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ അപ്പോഴേക്കും കല്യാണ പെണ്ണ് സാരിയൊക്കെ മാറ്റിയിട്ടോ. സെറ്റ് സാരിയാണ് ഉടുത്തിട്ടുണ്ടായിരുന്നു താലി കിട്ടുമ്പോൾ. അത് കഴിഞ്ഞിട്ട് കളർ സാരിയൊക്കെ ഉടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് 2 പേരും സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
പിന്നെ കുറച്ച് തിരക്കിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. മോളുണ്ടായിരുന്നില്ലല്ലോ, മോളുണ്ടെങ്കിൽ അവൾ കുറേ എടുത്തു തരുമായിരുന്നു. അപ്പം ഞാൻ പിന്നെ ആ തിരക്കിൽ അധികം ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. ഇതാ ഷൊർണൂർ നമ്മുടെ വീട്ടിലെത്തി. പിന്നെ അവിടെ വന്നിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്തു കേട്ടോ. കുറുമ്പിപ്പാറുവാണെങ്കിൽ അവിടെ നിന്ന് ചോറൊന്നും ഒരു തരി പോലും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് അമ്മ എന്താ പറയുക, മറ്റേ പൊടി ഉണ്ടായിരുന്നു കേട്ടോ, അംഗൻവാടിയിൽ നിന്ന് ഒരു പൊടി ഉണ്ടാവില്ല, അത് കുറുക്കി കൊടുക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇന്ന് തന്നെ ഇറങ്ങും കേട്ടോ. അമ്മ പിന്നെ കുറച്ച് ദിവസം നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു, തിരിച്ചങ്ങോട്ട് വരുന്നില്ല. അമ്മയ്ക്ക് പനിയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ കുറച്ച് ദിവസം കൂടി കഴിയട്ടെ, എല്ലാം ശരിയായിട്ട് ഇനി തിരിച്ചങ്ങോട്ട് പാലക്കാടേക്ക് വരാമെന്ന് പറയുകയാണ്. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണുള്ളൂ കേട്ടോ. സിസ്സിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ കുറച്ച് നേരം ഉറങ്ങുകയാണ് കേട്ടോ, നേരത്തെ എണീച്ചല്ലേ. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങി എണീച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറുമ്പിപ്പാറുവിന് ഇതാ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരു തരി പോലും കഴിച്ചിട്ടില്ല കേട്ടോ ആള്. അപ്പോൾ ഇതാ അനിയത്തി ഇതാ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൂസാണെങ്കിൽ കണ്ടില്ലേ, ഞാൻ വീഡിയോ എടുത്ത് അവന് ഭയങ്കര ഇതാണ് കേട്ടോ, എന്നെ ഇളക്കിക്കൊണ്ടിരിക്കും അവൻ ഓരോന്നൊക്കെ കാണിച്ചിട്ട്. അമ്മ ഇതാ പിന്നെ ചായ വെക്കണം കേട്ടോ. ഇപ്പോൾ വൈകുന്നേരമായി, 3-3:30 അപ്പം എന്താ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ അമ്മ ചായ വെക്കുന്നുണ്ട്. ഞാനിതാ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് കുറേ ആയിട്ടോ. കുറേ ആയി എന്ന് പറഞ്ഞാൽ 2 വർഷമൊക്കെ ആയി ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട്. അപ്പോൾ ഇപ്പോഴും ഇരിക്കണമൊന്നുമില്ല, അതപ്പം തന്നെ പോവാറായി. അമ്മയാണെങ്കിൽ ഒരു ചീത്തയാണ്, ഞാൻ മാത്രം വരുന്നില്ല, കടയായതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ ഒന്നിനും പറ്റില്ലല്ലോ. അപ്പോൾ സിസ്സാണെങ്കിൽ ഇടയ്ക്ക് 2 ദിവസം ലീവ് എടുത്തിട്ട് അവൾ അങ്ങനെ പോവും. എനിക്കാണ് ഇപ്പോൾ പോകാൻ പറ്റാത്തത് കേട്ടോ. അവിടെ പോയി ഇരിക്കാനോ കുറേ വർഷങ്ങളായിട്ടോ വീട്ടിൽ പോയി ഒരു ദിവസമൊക്കെ ഇരുന്നിട്ട്. അങ്ങനെ അതാ എന്തായാലും ഇന്ന് നമ്മൾ കല്യാണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നു. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും കേട്ടോ. അപ്പം ഞാനിതാ സ്നാക്സും ചായയൊക്കെ അമ്മ ചായ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിക്കാണ് കേട്ടോ. ഇതാ കുറുമ്പിപ്പാറ് കണ്ടില്ലേ, എൻ്റെ തലയിലുണ്ടായിരുന്ന മുല്ലപ്പൂവിനൊക്കെ എടുത്ത് മാല പോലെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപ്പൂസാണെങ്കിൽ വീഡിയോ എടുക്കാനേ വിടില്ല കേട്ടോ, കണ്ടില്ലേ, ഓരോന്നൊക്കെ കുറുമ്പ് കാണിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര വികൃതിയാണ് കേട്ടോ. പക്ഷേ പുറത്തൊന്നും അത്രയ്ക്ക് ആള് സംസാരിക്കില്ല കേട്ടോ എല്ലാവരുടെ അടുത്തും. പക്ഷെ ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഭയങ്കര ഇതാണ് കേട്ടോ, കുറുമ്പാണ്. നോക്കിയത് എൻ്റെ കയ്യിനൊക്കെ കടിച്ചു വെച്ചു കേട്ടോ അപ്പൂസ്. ഇതാ നോക്കിയാ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവൻ. അങ്ങനെ ഞങ്ങൾ ഒരു 4-4:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തിരിച്ച് പാലക്കാട് നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്തായതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ, എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഒരുമിച്ച് പോവുകയും വരികയൊക്കെ ചെയ്യാം. പേട്ടനില്ലെങ്കിൽ എനിക്ക് അനിയത്തിയുടെ കൂടെ പോവാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അപ്പൂസ് നല്ല ഉറക്കം കേട്ടോ. കുഞ്ഞുപാറും അപ്പൂസും ഭയങ്കര ഉറക്കം, നല്ല ടയേർഡായി കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭയങ്കര ടയേർഡായി. ഇനിയിപ്പോൾ ഏട്ടൻ വിളിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ, എവിടെ എത്തി എന്താ എത്ര നേരം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരു 4:30 ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ചെറിയൊരു മാരേജ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഏട്ടനും മോളും കടയിലിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതാ ഞാനാണെങ്കിൽ അങ്ങനെ ഭയങ്കര ടയേർഡായി വന്ന്, ഭയങ്കര തലവേദന കേട്ടോ. ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് തന്നെ എനിക്ക് മൈഗ്രെയിൻ ചെറുതായി വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എന്തെങ്കിലും യാത്രയൊക്കെ എവിടേക്കെങ്കിലും പോയി വരുമ്പോഴേക്കും തലവേദന വരും കേട്ടോ, അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ഭയങ്കര തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്നതും ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി മേല് കഴുകാനും കൂടി വയ്യായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നേരം ഉറങ്ങി എണീച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഷോപ്പൊക്കെ അടച്ചു, ഞാനും ഏട്ടനും കൂടി ഷോപ്പൊക്കെ അടച്ചു. പിന്നെ ഇതൊക്കെ നമ്മുടെ കല്യാണത്തിനെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റാ.